വീട്ടിൽ വയ്ക്കേണ്ട ഗുരുവായൂരപ്പന്റെ വിഗ്രഹങ്ങളും അതിലൂടെ ലഭിക്കുന്ന അത്ഭുതകരമായ ഫലങ്ങളും നോക്കാം. മഹാവിഷ്ണുവിന്റെ ദശാവതാരത്തിൽ 9ാമത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണന് അനേകം രൂപങ്ങളുണ്ട്. ഓരോരോ രൂപത്തിനും ഓരോരോ ഫലങ്ങളാണ്. വെണ്ണ കട്ടുതിന്നുന്ന കണ്ണൻ സന്താന സൗഭാഗ്യത്തിനും, ആലില കണ്ണൻ സന്താന അരിഷ്ടത നീക്കുവാനും, പശുവിന്റെ അകിടിൽ നിന്നും പാൽ കുടിക്കുന്ന കണ്ണൻ സന്താനങ്ങളുടെ ആരോഗ്യത്തിനും, ഓടക്കുഴലൂതുന്ന കണ്ണൻ കുടുംബ ഐക്യത്തിനും കലഹം ഒഴിവാക്കുവാനും, രാധാകൃഷ്ണൻ ദാമ്പത്യ ഐക്യത്തിനും, കാളിയമർദ്ദനം ശത്രുദോഷം അകറ്റുവാനും സർപ്പദോഷ നിവാരണത്തിനും, ഗോവർദ്ധനധാരി ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും, രുക്മിണി സ്വയംവരം മംഗല്യഭാഗ്യത്തിനും, കുചേലകൃഷ്ണൻ ദാരിദ്ര്യമുണ്ടാവാതിരിക്കാനും, സുഹൃത് ബന്ധങ്ങൾ നിലനിർത്തുവാനും, പാർത്ഥസാരഥി ജ്ഞാന പുരോഗതിക്കും ശത്രുനാശത്തിനും. എന്നാൽ ഇവയിൽ നിന്നും വ്യത്യസ്തമായി ഗുരുവായൂരപ്പ വിഗ്രഹങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ശംഖ്, ചക്രം, ഗദാ, പത്മവുമായി നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ പൂർണ്ണ ചതുർഭുജ സ്വരൂപം. ശംഖ് വീട് ആധ്യാത്മികമായി ശുദ്ധമാക്കുന്നു, ദോഷങ്ങളെയും ദുഷ്ടശക്തികളെയും തള്ളി നീക്കുന്നു. ചക്രം ശത്രു നിഗ്രഹത്തെയും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷയെയും പ്രതിനിധീകരിക്കും. വീട് ഭഗവാന്റെ സംരക്ഷണത്തിലാകുന്നു. ഗദ ഭഗവാന്റെ ശക്തിയും ധൈര്യവുമാണ് പ്രതിനിധീകരിക്കുന്നത്. വീട്ടിലുള്ളവർക്ക് ആത്മവിശ്വാസം, ഭയമില്ലാത്ത മനസ്സ് ലഭിക്കും. കൂടാതെ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധ ശക്തി വർദ്ധിക്കും. പത്മം വിശുദ്ധിയും ആയുഷ്കാല സമ്പാദ്യവും പ്രതിനിധീകരിക്കുന്നു. വീട് സൗഭാഗ്യപരമായി അനുഗ്രഹിക്കപ്പെടുന്നു. അലങ്കാരപ്രിയനായ ശ്രീ മഹാവിഷ്ണു കണ്ടത്തിൽ ധരിച്ചിരിക്കുന്ന രത്നമാണ് കൗസ്തുഭം. പണ്ടു പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉയർന്നു വന്നതായിരുന്നു ഈ രത്നം. വിഷ്ണു ഭഗവാന്റെ നെഞ്ചിലുള്ള ഒരടയാളമാണ് ശ്രീവത്സം. പ്രകൃതിയെ മുഴുവനും സ്വീകരിച്ച് വിഷ്ണു ശ്രീവത്സത്തിന്റെ രൂപത്തിൽ വിളങ്ങുന്നു. ഭഗവാൻ ധരിച്ചിരിക്കുന്നതായ മാലയുടെ പേരാണ് വൈജയന്തി. 5 രത്നങ്ങൾ ഒരുമിച്ച് ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ മാലയ്ക്ക് വനമാല എന്നും പേരുണ്ട്. പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും ഇതിലടങ്ങിയിരിക്കുന്നു. പുരുഷന്മാരിൽ വച്ച് പരനും ത്രിഗുണാത്മകവുമായ പ്രകൃതിയും 4 പാദത്തോടു കൂടിയ ഓംകാര മന്ത്രവും ഭഗവാൻ വിഷ്ണു തന്നെയാകുന്നു. 4 വേദങ്ങളും വേദാന്തങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും സംഗീതശാസ്ത്രവും സർവശാസ്ത്രങ്ങളും ശബ്ദബ്രഹ്മ സ്വരൂപിയായ ഭഗവാൻ വിഷ്ണുവിന്റെ ശരീരമാകുന്നു. ഇങ്ങനെയുള്ള ഭഗവാൻ മഹാവിഷ്ണു പാലാഴിയിൽ അനേകം ആഭരണങ്ങളും ആയുധങ്ങളോടും കൂടി ആദിശേഷന്റെ മുകളിൽ ശയിക്കുന്നു. ഭഗവാന്റെ വാഹനം പക്ഷികളുടെ രാജാവായ ഗരുഡനാണ്. നാരായണൻ, ഹരി, വാസുദേവൻ, പത്മനാഭൻ, കേശവൻ, ഗോവിന്ദൻ എന്നിങ്ങനെ ആയിരക്കണക്കിനു പേരിൽ ഭഗവാൻ അറിയപ്പെടുന്നു.